നമസ്കാരം. വൻ നിധിശേഖരമുള്ളതിനാൽ തന്നെ അതീവ സുരക്ഷാ മേഖലയായാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പരിഗണിക്കുന്നത്. എന്നാൽ സമീപകാലത്തായി പലപ്പോഴും ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതെ പോയതും പിന്നീട് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതും അടുത്തിടെയാണ്. ആ കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ഇനിയും പോലീസിനായിട്ടില്ല. അതിനിടെയാണ് അനുമതിയില്ലാതെ ക്ഷേത്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയത് ക്ഷേത്ര അധികൃതരുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. കൊറിയൻ യുവതിയാണ് ഡ്രോൺ പറത്തിയത് എന്നാണ് സൂചന. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഇതടക്കം നിരവധി വാർത്തകൾ പരിശോധിക്കാനുണ്ട്. സ്വാഗതം സ്പോട്ട് ലൈവിലേക്ക്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഡ്രോൺ പറത്തിയത് കൊറിയൻ യുവതിയെന്നാണ് സംശയം. വ്ളോഗറായ യുവതി 2 ദിവസം ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. യുവതിയുടെ യാത്രാ വിവരങ്ങൾ തേടി അന്വേഷണ സംഘം എമിഗ്രേഷൻ വിഭാഗത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു. കേരളത്തിലെ വിവിധ ഇടങ്ങൾ സന്ദർശിച്ച യുവതി ഇന്ത്യ വിട്ടിട്ടില്ലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. യുവതിയെ കണ്ടെത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. ഡാൻ, ഒരു വ്ളോഗർ ഇവിടെ എത്തി ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും മനസ്സിലാക്കാതെ അറിയാതെ ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു എന്നതിനപ്പുറം ഗുരുതരമായ എന്തെങ്കിലും വിഷയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചന പോലീസിന് ലഭ്യമാകുന്നുണ്ടോ? ആര്യ, ഇപ്പോൾ സൂചിപ്പിച്ച തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് മറ്റ് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഫോർട്ട് CA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രാവിലെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതി രാത്രി 10 മണിയോടെയായിരുന്നു ഈ പത്മതീർത്ഥക്കുളത്തിന് കുറുകെ ഈ ഡ്രോൺ പറക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവർ വയർലെസ് സെറ്റിലൂടെ ഈ വിവരം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു. മിനിറ്റുകൾക്കകം ഉദ്യോഗസ്ഥർ ഈ പത്മതീർത്ഥക്കുളത്തിന് സമീപത്തേക്ക് എത്തുന്നു. പക്ഷേ ഡ്രോണോ അത് പറത്തിയ ആളെക്കുറിച്ചുള്ള ഒരു സൂചനകളും ലഭിക്കുന്നില്ല. ഇത് അപ്രത്യക്ഷമാകുകയാണ്. പിന്നീട് ഈ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഈ വിവിധ ഏജൻസികളുണ്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ. അവരെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. അവരിൽ നിന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചെടുക്കുന്നു. അവരുടെ ഡ്രോണുകൾ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പക്ഷേ അവരാരും ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. ഇതോടെ രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ഡ്രോൺ പറത്തിയത് ആരാണ്, ഏത് ഡ്രോണാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നു. പക്ഷേ അതും ഫലം കണ്ടില്ല. അങ്ങനെ ഒടുവിൽ നടത്തിയ അന്വേഷണത്തിലാണ് പൈങ്കുനി ഉത്സവത്തിൽ ഈ ഒരു കൊറിയൻ യുവതി പങ്കെടുത്തിരുന്നു. പൈങ്കുനി ഉത്സവത്തിൻ്റെ സമയത്ത് ഡ്രോണുമായി ഒരു കൊറിയൻ വ്ളോഗർ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പിന്നീട് ഇവർ കേരളത്തിലെ പല പ്രധാനപ്പെട്ട ഉത്സവ സ്ഥലങ്ങളിലും ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ ജോലിയുടെ ഭാഗമായി അവർ എത്തിയതാണ് എന്നാണ് ലഭിച്ച സൂചനകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കവെയാണ് അവർ രാജ്യം വിട്ടിട്ടില്ല എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് അവരെ കണ്ടെത്തി വിശദമായി ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ സഹായം പോലീസ് തേടിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടോ ഡ്രോൺ പറത്തി എന്നുള്ള വിഷയം കണ്ടെത്താനും സ്ഥിരീകരിക്കാനും ഇപ്പോൾ പൈങ്കിനി ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ചധികം നാളുകളായല്ലോ, നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കാലതാമസം അതിൽ വന്നത് എന്നുള്ള ഒരു സംശയം നിൽക്കുന്നു ഡാൻ? അതിൽ വീഴ്ച സംഭവിച്ചത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. ഈ ഡ്രോൺ പറത്താനുള്ള നീക്കം ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ, ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായാൽ അത് നിരീക്ഷിക്കുന്നതിനും കൃത്യമായി ഉടൻ തന്നെ അത് തടുക്കുന്നതിനുമുള്ള നടപടികൾ ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എല്ലാ നടകളിലും പ്രവേശന കവാടങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ട സർവൈലൻസ് ഉണ്ട്. CCTV സർവൈലൻസ് ഉണ്ട്. 24 മണിക്കൂറും അത് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥർ കൺട്രോൾ റൂമിലുണ്ട്. അതോടൊപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള കമാൻഡോസ് ഉണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഈ രാത്രി 10 മണിയാകുന്ന സമയത്ത് ഇങ്ങനെയൊരു യുവതി എത്തി
ഡ്രോൺ പറത്തി ഈ പത്മതീർത്ഥ കുളത്തിന് കുറുകെ ഈ ഡ്രോൺ പറന്നു എന്നതാണ് അവിടുത്തെ സുരക്ഷാ വീഴ്ച. അത് അവർ പിന്നീട് എന്ത് ചെയ്തു, അത് മറ്റെന്തെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും അത് അത്രയധികം സമയം പത്മതീർത്ഥ കുളത്തിന് കുറുകെ ഈ ഡ്രോൺ പറക്കാനിടയായ സാഹചര്യം എന്തുകൊണ്ട് തടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പോലീസിന് മേൽ ഉയരുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അസ്വാഭാവികതയൊന്നും ഇല്ല. അവർ സാധാരണയായി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവരുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കുന്നത് പോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് കൂടി അല്ലെ പത്മതീർത്ഥ കുളത്തിന് കുറുകെ ഈ ഡ്രോൺ ഉപയോഗിക്കുകയായിരുന്നു എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴൊക്കെ വ്യക്തമാകുന്നതും. എന്തായാലും ഈ യുവതി ആരാണ്, ഇവർ എവിടെയാണ് എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി രാജ്യം വിടുന്നതിന് മുമ്പ് അവരിൽ ഈ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡാൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ ആ യുവതി ചിത്രങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ മറ്റു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ധനസമ്പത്തുള്ള ക്ഷേത്രമാണ്, അത്രത്തോളം വലിയ സുരക്ഷയാണ്. സാധാരണക്കാരായിട്ടുള്ള ഭക്തർ അവിടേക്ക് എത്തുമ്പോൾ എത്രത്തോളം കഠിനമായ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെയും പരിശോധനയിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അടിക്കടി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എത്രയോ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമീപ ദിവസങ്ങളിലാണ് അവിടെ നിന്ന് വീണ്ടും സ്വർണം കാണാതെ പോകുന്നതും അവിടെ പരിശോധന നടക്കുന്നതും ദിവസങ്ങൾക്കുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോഴും ആരാണ് അത് ചെയ്തത്, ആരാണ് ആ മോഷ്ടാക്കൾ എന്ന് കണ്ടെത്താനോ അവരിലേക്ക് എത്താനോ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഈ ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട്, സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും അടിക്കടി ഈ സുരക്ഷാ വീഴ്ചകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതും വലിയൊരു ചോദ്യമല്ലേ? ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കണ്ടാൽ മതി എന്നൊരു വിലയിരുത്തലാണ് പോലീസും മറ്റ് ഈ സുരക്ഷാ ഏജൻസികളുമൊക്കെ. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ദർശനത്തിനെത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ ഭക്തർക്ക് അസൗകര്യമുണ്ടാകാത്ത തരത്തിൽ പരിശോധനകൾ നടത്തുക, പൂർത്തിയാക്കുക, അത് തുടരുക എന്നതൊക്കെയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് സാധാരണയായി അവിടെ എത്തുന്ന സാധാരണക്കാരായ ഭക്തർക്ക് അത്തരത്തിലുള്ള എല്ലാ പരിശോധനകളും കർശനമായ ഉപാധികളുമൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ അകത്തേക്ക് ദർശനം തേടി കടക്കാനും കഴിയുകയുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ ഈ വിദേശത്ത് നിന്നുള്ള വിനോദസഞ്ചാരികളൊക്കെ എത്തുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു ആതിഥ്യ മര്യാദ അത് തീർച്ചയായും മറ്റ് രാജ്യങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു അവസരം, ഒരു ഔചിത്യം അവരോട് കാണിക്കുന്നത്. അത് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവരൊരു വനിത കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ നിരവധി ആളുകൾ അവിടേക്ക് അതിന് സമീപത്ത് നിന്ന്, ഈ പത്മതീർത്ഥ കുളത്തിന് സമീപത്ത് നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയൊക്കെ എത്താറുള്ളതാണ്. അങ്ങനെ ഒരു നടപടികൾക്ക് അപ്പുറത്തേക്ക് അതിലൊരു ദുരൂഹത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ ഡ്രോൺ പറത്തിയത് ഈ CCTV ക്യാമറയിൽ ശ്രദ്ധിക്കുന്ന സമയത്താണ് പെട്ടെന്നുള്ള ഒരു വയർലെസ് മെസ്സേജ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ഡ്രോണിൽ ചിത്രങ്ങൾ പകർത്തി ഈ യുവതിയും അതോടൊപ്പം ഈ ഡ്രോണും ഇത് രണ്ടും കൂടെ അപ്രത്യക്ഷമാകുകയാണ്. അതാണ് അവർക്ക് ഈ കൊറിയൻ യുവതിയെ കണ്ടെത്താൻ കഴിയാതെ പോയ സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തിച്ചത്. അതായത് ഡ്രോൺ പറക്കുന്നത് മാത്രമാണ് കണ്ടത്, അതിനപ്പുറത്തേക്ക് അത് ആരാണ് കൈകാര്യം ചെയ്തത് എന്ന് ഈ ദൃശ്യങ്ങളിലൊന്നും പെട്ടെന്ന് വ്യക്തമായില്ല. അതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രത്യേകിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ കുഴച്ചത്. പിന്നീട് വിശദമായ അന്വേഷണം നടത്തി എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി നീക്കം നടത്തിയെങ്കിൽ ഫലം കണ്ടില്ല. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട് സമാനമായ തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതകളുണ്ടോ എന്ന ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു. അങ്ങനെയാണ് ഒരു കൊറിയൻ ബ്ലോഗർ ഇവിടെ എത്തുകയും അവർ ഈ പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത്. പിന്നീടാണ് ഈ ഡ്രോൺ പറത്തിയതും ഈ കൊറിയൻ യുവതി തന്നെയാണ് എന്നൊരു സംശയത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി എമിഗ്രേഷൻ വിഭാഗത്തിന്റെ സഹായം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്തു. നമുക്കറിയാം അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അത്രത്തോളം ശക്തമാണ്. ഇപ്പോൾ നമ്മളത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഈ സ്വർണ്ണ മോഷണം പോയ സംഭവം, അതിനു മുമ്പും സമാനമായ ഈ വിളക്കുകളും ഉരുളിയും ഒക്കെ മോഷണം പോയ സംഭവങ്ങളും ഒക്കെ അവിടെ നിന്ന് അടിക്കടി ഉണ്ടാകുന്നതാണ്. സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട മറ്റ് റിപ്പോർട്ടുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ യുവതി അവിടെ ഡ്രോൺ പറത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ
കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ. നേരത്തെ തന്നെ ഫോണൊന്നും അകത്തേക്ക് കടത്തിവിടില്ലായിരുന്നു. പക്ഷേ ക്ഷേത്രത്തിന് മുൻവശത്തൊക്കെ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുകയും വീഡിയോ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇനി അതിനൊക്കെ ഒരു വിലക്കുണ്ടാകുമോ? കൂടുതൽ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മുന്നറിയിപ്പുകൾ പങ്കുവെക്കുന്നുണ്ടോ? നിലവിലുള്ള അറിയിപ്പുകൾ മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ക്യാമറ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും. അതോടൊപ്പം തന്നെ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചാൽ അത് കൃത്യമായി ഉടനടി അതിൽ നടപടിയെടുക്കാനുള്ള ഒരു സംവിധാനം കൂടി കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലുമൊക്കെ സജ്ജമാക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെട്ടതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ അവർക്ക് ഈ ഒരു മേഖലയിൽ കയറി ഈ പത്മതീർത്ഥ കുളത്തിന് കുറുകെ ഇതിങ്ങനെ കടത്തിവിടാൻ കഴിഞ്ഞു, ദൃശ്യങ്ങൾ ആ നിമിഷ നേരങ്ങളിലേക്കാണെങ്കിലും അത് പകർത്താൻ കഴിഞ്ഞു എന്നൊരു ആശങ്കയുണർത്തുന്ന കാര്യം. അത് ഒരു സുരക്ഷാ വീഴ്ചയായി തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ യുവതിയെ കണ്ടെത്തി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെ ഈ സംഭവത്തിലെ അവ്യക്തതകൾ മാറും എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു ഡ്രോൺ പറത്തിയതുമായി ബന്ധപ്പെട്ടാണ് സുരക്ഷാ വീഴ്ചയുടെ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ഉണ്ണി മുകുന്ദൻ മാനേജറെ തല്ലി എന്നുള്ള ഒരു വാർത്തയാണ്. മാനേജർ നൽകിയ പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഉണ്ണി മുകുന്ദൻ പരാതിക്കാരനെ അടിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായാണ് വിവരം. കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നും ഇൻഫോ പാർക്ക് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഉണ്ണി മുകുന്ദനെതിരായ പരാതി ചർച്ച ചെയ്യാനൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. ജൂൺ 2-ന് അമ്മ ഓഫീസിൽ എത്താനാണ് ഉണ്ണി മുകുന്ദന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. പരാതിക്കാരൻ വിപിനെയും അന്നേ ദിവസം വിളിപ്പിക്കും. പ്രശ്നം ഉടൻ പരിഹരിക്കാനാണ് താരസംഘടനയായ അമ്മയുടെയും ഫെഫ്കയുടെയും തീരുമാനം. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഇതിലിപ്പോൾ 2 ദിവസമായി ചർച്ചകൾ നിലനിൽക്കുകയാണ്. ഈ വിപിൻ പറയുന്ന പരാതിയൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഉണ്ണി മുകുന്ദൻ തന്നെ പലകുറി വ്യക്തമാക്കി കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും പറഞ്ഞു കഴിഞ്ഞു. സംഘടനകൾക്ക് മുമ്പിലും പറഞ്ഞു. പോലീസിനോടും ആ വിവരം തന്നെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ ഉയർത്തിക്കാട്ടിയിരുന്നത് ഈ CCTV ദൃശ്യങ്ങളാണ്. നിങ്ങൾക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം, അത്തരത്തിൽ പരിശോധിച്ചാൽ ഞാൻ വിപിനെ തല്ലിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാകും, വിപിൻ പറയുന്നത് പൊള്ളയായ ആരോപണങ്ങളാണ് എന്നുള്ളത് വ്യക്തമാകുമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ ഉണ്ണി മുകുന്ദൻ തല്ലുന്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണോ ലഭ്യമാകുന്ന സൂചന? ആര്യ, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ, അതായത് വിപിൻ നൽകിയ പരാതിയിൽ അന്വേഷണ സംഘം വിപിന്റെ ഫ്ളാറ്റിലെത്തി. അതിൽ ആ പാർക്കിങ്ങിലാണ് അവിടെ ഒരു മർദ്ദനം നടന്നതെന്നാണ് വിപിൻ മൊഴി നൽകിയത്. പരാതിയിലും സൂചിപ്പിക്കുന്നത് അത്തരത്തിലാണ്. അത് പോലീസ് പരിശോധിച്ചപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് വിപിനും ഉണ്ണിമുകുന്ദനും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും പിന്നീട് ഉണ്ണിമുകുന്ദൻ വിപിനെ അടിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. ഒപ്പം ഈ അടിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി വിപിൻ കുതിറിയോടുന്നതും ആ CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തു. ആ കൂളിംഗ് ഗ്ലാസ് അതുകൊണ്ട് ഉണ്ണിമുകുന്ദനും സമ്മതിക്കുന്നുണ്ട്. വിപിൻ ധരിച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് അതൊരു നടൻ സമ്മാനമായി നൽകിയതാണ്. അതുൾപ്പെടെ തകർക്കുന്നതും CCTVയിൽ ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യാൻ അടിയന്തരമായി വിളിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ഇതൊരു ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ്. കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. വേണ്ട തെളിവുകളൊക്കെ ശേഖരിച്ചു എന്ന് മാത്രമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അത് ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. എങ്കിൽ പോലും ഒരു മുൻകൂർ ജാമ്യം തേടി ഉണ്ണിമുകുന്ദൻ ജില്ലാ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്തായാലും ഉണ്ണിമുകുന്ദൻ അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ആ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ പോലീസിന് മനസ്സിലായി ഉണ്ണിമുകുന്ദൻ ഈ പരാതിക്കാരനായ മുൻ മാനേജർ വിപിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. നവമി, നമുക്കറിയാം ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിപിനുമായി ബന്ധപ്പെട്ട കേസിൽ നമുക്ക് നോക്കിയാൽ അറിയാം, സിനിമാ മേഖലയിൽ നിന്നടക്കം വലിയൊരു പിന്തുണ ഉണ്ണി മുകുന്ദന് ലഭിക്കുന്നതായുണ്ട്. വിപിൻ അത്തരത്തിലൊരു മോശം
സഹപ്രവർത്തകനായിരുന്നു എന്ന തരത്തിലും അതോടൊപ്പം ഉണ്ണി മുകുന്ദനിലേക്ക് എത്തേണ്ട പല സിനിമകളും ഇയാൾ തടയുകയുണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദന്റെ കരിയറിന് പോലും തടസ്സമായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒപ്പമുണ്ടായിരുന്ന വിപിൻ എന്ന തരത്തിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പല യുവ സംവിധായകരും ഒക്കെ രംഗത്തേക്ക് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അത്തരത്തിൽ പൊതുവെ ഉണ്ണി മുകുന്ദന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ അമ്മ, ഫെഫ്ക, ഈ രണ്ട് സംഘടനകളും ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതലായി ഉണ്ണി മുകുന്ദന് അനുകൂലമായ ഒരു നിലപാടായിരിക്കുമോ ഈ സംഘടനകളിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്? ആര്യ, തുടക്കം മുതൽ തന്നെ ഉണ്ണി മുകുന്ദൻ പറയുന്നതും ഇതേ കാര്യമാണ്. കാരണം തന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി 5 വർഷത്തിലേറെയായി ഇവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്. ഒരു മാനേജറെ പോലെ അല്ല, ഒരു ഉറ്റ സുഹൃത്തിനെ പോലെയാണ് ഉണ്ണി മുകുന്ദൻ വിപിനെ കൊണ്ടു നടന്നത്. ആ തന്റെ സുഹൃത്ത് തനിക്ക് നേരെ തിരിയുമ്പോൾ അല്ലെങ്കിൽ തന്നെ-കുറിച്ച് ഇത്തരത്തിൽ മോശമായി പരാമർശം നടത്തുന്നു, തന്റെ സഹപ്രവർത്തകരോട് തന്നെ-കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു, തന്റെ പല സിനിമകളിൽ മുടങ്ങാൻ കാരണം ബിബിനാണെന്ന് ആവർത്തിച്ച് ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട്. പക്ഷെ ബിബിൻ ചോദിക്കുന്നത്, തനിക്ക് ഉണ്ണി മുകുന്ദന്റെ മാനേജറായി നിൽക്കുന്ന തനിക്ക് ഒരു സാലറി എല്ലാ മാസവും പേയ്മെന്റ് നൽകുന്ന ഒരു സ്റ്റാഫ് അല്ല താൻ, തന്റെ സുഹൃത്തായി നിൽക്കുന്ന വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. അത്രയും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ണി മുകുന്ദനോടൊപ്പം നിന്നിട്ട് പിന്നെ എന്തിനാണ് താൻ ഉണ്ണി മുകുന്ദന്റെ സിനിമകൾ മുടക്കുന്നത്? മറ്റൊരു തരത്തിൽ തനിക്കും തന്റെ PR കമ്പനിക്കും ഒക്കെ ഗുണകരമല്ലേ ഉണ്ണി മുകുന്ദൻ സിനിമ ചെയ്യുമ്പോൾ അതുമായിട്ടുള്ള പ്രൊമോഷനും ആ രീതിയിലൊക്കെ തനിക്ക് വലിയ രീതിയിൽ ഒരു നേട്ടമുണ്ടാകാം. പക്ഷെ ആ ഒരു രീതി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉണ്ണി മുകുന്ദന്റെ സിനിമകൾ താൻ മുടക്കുന്നത്? ഇതെല്ലാം ഇത്തരത്തിൽ പറയുന്ന ഉണ്ണി മുകുന്ദൻ രക്ഷപ്പെടുന്നതിനു വേണ്ടി അല്ലെങ്കിൽ തന്നെ കുറ്റക്കാരനാക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നതെന്നാണ് ബിബിൻ ആവർത്തിക്കുന്നത്. ഒപ്പം സിനിമാ മേഖലയിലുള്ളവർക്ക് ഉണ്ണി മുകുന്ദന്റെ സ്വഭാവം അറിയാം, ഉണ്ണി മുകുന്ദൻ എങ്ങനെയാണ് ആളുകളോട് പ്രതികരിക്കുന്നതെന്നറിയാം. ഈ ഏറ്റവും ഒടുവിൽ ഉണ്ണി മുകുന്ദൻ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയിൽ നിന്നും ഗോകുലം ഗ്രൂപ്പ് പിന്മാറിയതും ഉണ്ണി മുകുന്ദന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണെന്ന് കൂടി ബിബിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഉണ്ണി മുകുന്ദന്റെ ഈ മാർക്കോ സിനിമയുടെ വിജയത്തിന് ശേഷം ഉണ്ണി മുകുന്ദന് മറ്റ് ഹിറ്റുകളൊന്നും ലഭിച്ചിട്ടിരുന്നില്ല. ഗെറ്റ് സെറ്റ് ബേബിയുടെ സെറ്റുകളിൽ നിന്ന് പോലും അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷന്റെ ഭാഗമായി പോലും ഉണ്ണി മുകുന്ദൻ കൃത്യമായി പങ്കെടുത്തിരുന്നില്ല. ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോഴൊക്കെ ഒപ്പം നിന്നൊരാൾ കൂടിയാണ് ബിബിൻ എന്ന താൻ. പക്ഷേ എന്നിട്ട് എന്തിനാണ് ഉണ്ണി മുകുന്ദൻ ഇത്തരത്തിലൊരു പെരുമാറ്റം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഉണ്ണി മുകുന്ദന്റെ ഫ്രസ്ട്രേഷൻ അത് കൂടെയുള്ള അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ സ്റ്റാഫിനോട് തീർക്കുന്ന കണക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ബിബിൻ തുടക്കം മുതൽ തന്നെ ആവർത്തിക്കുന്നത്. ഫെഫ്കയിലെ അംഗം കൂടിയായ ബിബിൻ ഇതിനെ തുടർന്നാണ് ഫെഫ്കയ്ക്കും ഒപ്പം അമ്മയ്ക്കും പരാതി നൽകിയത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് രണ്ട് സംഘടനകളും കണക്കാക്കുന്നത്. അതുകൊണ്ട് 2-ാം തീയതി, അടുത്ത മാസം 2-ാം തീയതി അമ്മയുടെ ഓഫീസിലേക്ക് ഇരുവരെയും വിളിച്ചിട്ടുണ്ട്. ഇത് അവരിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ട് ഇവർക്കിടയിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് താരസംഘടനയായ അമ്മയും ഫെഫ്കയും തീരുമാനിച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദനോട് ഫോണിൽ സംസാരിച്ചു, ഉണ്ണിമുകുന്ദന്റെ ഭാഗം കേട്ടു, ബിബിനോടും സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇരുവരെയും ഒരിക്കൽ കൂടി അമ്മയുടെ ഓഫീസിലേക്ക്, കലൂർ ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഫെഫ്ക അംഗങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു ചർച്ച, ആ ചർച്ചയ്ക്ക് ശേഷം ഇത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന്. കാരണം ഈ സിനിമാ മേഖലയിലെ മുഴുവൻ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇത് രണ്ടുപേരും സംഘടനകളുടെ ഭാഗമായ വ്യക്തികൾ കൂടി ആയതുകൊണ്ട് തന്നെ ഇത് രമ്യമായി പരിഹരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് സംഘടനകളുടെയും എതിരഭിപ്രായമൊന്നും. അതെ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ വിപിൻ മാധ്യമങ്ങളെ കാണാൻ എത്തുമ്പോൾ പോലും ഈ നരിവേട്ട സിനിമയുടെ സംവിധായകൻ അനുരാജ് മനോഹറിനെയൊക്കെ വിപിന്റെ കൂടെ കാണുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ നരിവേട്ട സിനിമ ടൊവിനോ തോമസ് ചിത്രമാണ്. അത് മികച്ച രീതിയിൽ തിയേറ്ററിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. ചിത്രം മികച്ചതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയ ഉണ്ണി മുകുന്ദൻ തല്ലി എന്നുള്ളതാണ് വിപിന്റെ ആദ്യമായി ഉയർത്തിയ പരാതി. പ്രശ്നങ്ങളുടെ തുടക്കം തന്നെ അവിടെയാണ്. അപ്പോൾ ഈ താരങ്ങൾക്കിടയിൽ ഇതൊരു വലിയ അസ്വാരസ്യത്തിന് ഇടയാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ നരിവേട്ട ടീം ഫുള്ളായി വിപിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുണ്ടോ? അപ്പോൾ ഈ ഉണ്ണി മുകുന്ദനെതിരെ ഒരു പക്ഷം തിരിയുന്ന ഒരു സാഹചര്യം അങ്ങനെയുണ്ടോ? ഇപ്പോൾ ടൊവിനോ തോമസും നമുക്കറിയാം, ഇവരെല്ലാം യുവനിരയിലുള്ള പ്രമുഖരാണ്. ഇവരെല്ലാം തമ്മിലൊരു സൗഹൃദമൊക്കെ പൊതുവേ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. അതിനപ്പുറം ഈ വിഷയം അവർക്കിടയിലൊക്കെ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടവെച്ചിട്ടുണ്ടോ?
ആര്യ, ഈ ഒരു പരാതി അല്ലെങ്കിൽ വിപിൻ നൽകുന്ന പരാതിയുടെ തുടക്കം ഉണ്ണിമുകുന്ദൻ സിനിമ നരിവേട്ടയെക്കുറിച്ച്, ടൊവിനോ തോമസ് നായകനായ ചിത്രം നരിവേട്ടയെക്കുറിച്ച് താൻ പ്രശംസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്നാണ് ഉണ്ണിമുകുന്ദൻ തന്റെ ഫ്ളാറ്റിലെത്തി തന്നെ ആക്രമിച്ചതെന്നാണ് പരാതിയിലുള്ളത്. ഒപ്പം ഈ ടൊവിനോ തോമസ് തന്നെ സമ്മാനമായി നൽകിയ കൂളിംഗ് ഗ്ലാസും ഉണ്ണിമുകുന്ദൻ അത് എറിഞ്ഞു പൊട്ടിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. തുടക്കത്തിൽ അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ചിലപ്പോൾ ഒരു സിനിമ ഹിറ്റായി അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ സിനിമ ഹിറ്റായപ്പോൾ സ്വാഭാവികമായും ടൊവിനോയുടെ സിനിമ ഹിറ്റായപ്പോൾ സ്വാഭാവികമായും ഉണ്ണിമുകുന്ദന് ഒരു വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടാകും, അല്ലെങ്കിൽ സ്വന്തം മാനേജർ മറ്റൊരു സിനിമയുടെ കുറിച്ച് പ്രശംസിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യത്തിന്റെ പുറത്തായിരിക്കും ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ചെയ്തതെന്നായിരുന്നു തുടക്കത്തിൽ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. ഇത് ഇവർ തമ്മിൽ കുറച്ചധികം നാളുകളായി നിലനിന്നിരുന്ന ഒരു വൈരാഗ്യമാണ്. ആ വൈരാഗ്യത്തിനെ പിന്തുടർന്ന് തന്നെയാണ് ഇതും സംഭവിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഉണ്ണിമുകുന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ ഇതിലൊരു വിശദീകരണം ഇട്ടിരുന്നു. അതിൽ ടൊവിനോയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതായും ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഉണ്ണിമുകുന്ദനുമായിട്ടുള്ളൊരു ടൊവിനോ തോമസുമായിട്ടുള്ള ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഉണ്ണിമുകുന്ദൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മോഹൻലാലിന്റെ സ്റ്റിക്കറൊക്കെ അയച്ച് വളരെ സൗഹാർദ്ദപരമായി തന്നെ അവരിപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ആ സ്ക്രീൻഷോട്ട് കൂടി ഇട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായത്. എന്തായാലും ഇവർക്കിടയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ടൊവിനോയുടെയും ചില ചിത്രങ്ങൾ കൂടി PR വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ബിബിൻ. അങ്ങനെ സിനിമാ മേഖലയിൽ ടൊവിനോ തോമസിനും പൃഥ്വിരാജിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ബിബിൻ. ഉണ്ണിമുകുന്ദന് വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് ഇവർക്ക് വ്യക്തിപരമായി ഇവർക്കിടയിൽ ടൊവിനോ ആയിക്കോട്ടെ ഉണ്ണിമുകുന്ദൻ ആയിക്കോട്ടെ അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു വെക്കുന്നത്. ബിബിനും പറയുന്നത് തനിക്കുള്ള പ്രശ്നം, അതായത് ഉണ്ണിമുകുന്ദന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് സഹപ്രവർത്തകരോടൊപ്പമാണ്, അതിനി അനുവദിക്കില്ല എന്നുകൂടിയാണ് ബിബിൻ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും നവമി ദിനേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഉണ്ണിമുകുന്ദൻ പറഞ്ഞതുപോലെ അദ്ദേഹം അടിച്ചിട്ടില്ല, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം എന്നുള്ളതായിരുന്നു വെല്ലുവിളി. പക്ഷെ അത് പൊളിയുന്നു എന്നുള്ളതാണ്. പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള CCTVയിൽ വിപിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പാട്ടിനെതിരായ സംഘപരിവാർ പരാതികളിൽ ഭീതിയില്ലെന്ന് റാപ്പർ വേടൻ. തന്റെ ശൈലിയും പാട്ടും മാറ്റില്ല. സംസാര സ്വാതന്ത്ര്യമുള്ള നാടാണിത്. സംഘപരിവാറിന്റെ വിമർശനം അവർ മടുക്കുമ്പോൾ നിർത്തിക്കോളും. തന്നെ എതിർക്കുന്ന രാഷ്ട്രീയക്കാർ പോലും പിന്നീട് വിളിച്ച് പിന്തുണ അറിയിക്കാറുണ്ടെന്നും വേടൻ പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പൊ നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അതിൽ വേടനിങ്ങനെ വിടാതെ പിന്തുടരുകയാണ് സംഘപരിവാർ. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ അവർക്ക് മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല. അപ്പൊ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും, കുഴപ്പമില്ല. അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്തിരിക്കും. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്തുണ്ടാവണമെന്ന് വെച്ചാൽ കാണാം. പുലിപ്പല് കൈവശം വെച്ച കേസിലെ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി വേടൻ കോടനാട് വനംവകുപ്പ് ഓഫീസിൽ ഹാജരായി. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഒരു കഞ്ചാവ് കേസിൽ തുടങ്ങിയതാണ്, ഇപ്പോൾ എത്രയോ നാളുകളായി ഇത് തന്നെയാണ് വിഷയം. ഈ കഞ്ചാവ് കേസിനും പുലിപ്പല് കേസിനും ഒക്കെ അപ്പുറം വേടന്റെ പാട്ടും രാഷ്ട്രീയവും ശൈലിയും ഒക്കെയാണ് നിരന്തരം ഇപ്പോൾ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അത് RSS കൃത്യമായി നിരന്തരം പല നേതാക്കൾ വന്ന് വേടനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, വേടന് കൃത്യമായി എല്ലാത്തിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സാഹചര്യം, പ്രതികരണങ്ങൾ തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് RSSന് ഇത്രത്തോളം ഒരു വിമർശനം വേടനോട് എന്നുള്ളത് അതവിടെ ചോദ്യമായി നിൽക്കുകയാണ്. പക്ഷേ ഈ വിഷയങ്ങളോടൊക്കെ വേടൻ പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയം തന്നെയാണ്. എല്ലാവർക്കും വിമർശിക്കാൻ അധികാരമുണ്ട്, അവർ വിമർശിച്ചോട്ടെ, അതോടൊപ്പം അവർ മടുക്കുമ്പോൾ അത് നിർത്തിക്കോളും. അതേപോലെ താൻ തൻ്റെ പാട്ടും ശൈലിയും മാറ്റില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമൊക്കെ പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ഈ വിവാദം ഇങ്ങനെ ഒഴിയാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. ഇതിൽ വേടനെതിരെ എടുത്ത കേസ് ആദ്യം പോലീസ്, പിന്നീട് വനം വകുപ്പ് കൂടി അതിലേക്കെല്ലാം വരുന്നു. അത്തരം കേസിൻ്റെ മാനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ വേടനെതിരെ വരുന്ന വിമർശനങ്ങളും അതിനെ നേരിടുന്നവരുടെ ശൈലിയും രീതിയും എല്ലാം വരുമ്പോൾ ആ കേസിൽ നിന്നെല്ലാം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്.
ഒരുപാട് മാറി തന്നെയാണ് ഇത് സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ വേടൻ്റെ പാട്ടിലെ രാഷ്ട്രീയം അത് തിരയുന്ന ആ തിരക്കിലേക്ക് കേരളത്തിലെ ചിലരെങ്കിലും അത് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അതിലെ സ്പഷ്ടം. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ സംഘപരിവാർ അതിൽ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ വേടൻ്റെ ചിന്തയെയും പാട്ടിനെയും പറച്ചിലിനെയും എല്ലാം എതിർക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്ന ഒരു പൊതുവിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാൾ, അതായത് ഈ വേടൻ ഒരു മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകളെക്കുറിച്ചുള്ള വിശകലനങ്ങളിലേക്ക് വരുമ്പോഴെല്ലാം അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞത് ഈ ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന എൻ്റെ ആൽബം അത് 4 വർഷം മുൻപ് വന്ന ഒരു ആൽബമാണ്. അതിലെ ഒരു പാട്ടാണ് ഇപ്പോൾ വിമർശന വിധേയമാകുന്നത്. ഇന്ന് വേടൻ പറഞ്ഞത് 4 വർഷം മുൻപേ പ്രതീക്ഷിച്ചിരുന്നൊരു കേസായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ അത് അന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴതുണ്ടാകുന്നു, അതിൽ തനിക്ക് ഒരു അത്ഭുതവുമില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ തലപ്പത്ത് നിന്ന് പല സംഘടനകളുടെ നേതാക്കളിൽ നിന്ന് തന്നെ ഈ വിമർശനങ്ങൾ വേടനെതിരെ വരികയും ചെയ്യുന്നുണ്ട്. അത് വളരെ രൂക്ഷമായിട്ട് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു ഭാഗം പിന്നെയും ആ രംഗത്ത് വരുന്നു. അത് പ്രധാനമായും CPM-ഉം ഇടത് സംഘടനകളും എല്ലാം തന്നെയാണ് അതിൽ പ്രധാന റോൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. എന്തായാലും ആ രീതിയിലേക്ക് ഇപ്പോൾ ചർച്ചകൾ മാറിയിരിക്കുന്നു എന്നതാണ്. വേടൻ്റെ പാട്ടിലെ രാഷ്ട്രീയവും പറച്ചിലും എല്ലാമാണ് ഇപ്പോൾ അതിൽ ഉരുത്തിരിയുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പല സംഗീത പരിപാടികൾ ചിലതില്ലെങ്കിലും അവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. അത് വലിയ ചിലയിടത്തെങ്കിലും അത് ചെറിയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. അദ്ദേഹം ഇന്ന് പറഞ്ഞതുപോലെ തൻ്റെ സംഗീത പരിപാടികൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഈ കേസുകൾ മൂലമുള്ളൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് മറികടക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. തൻ്റെ വഴി ഇതാണ്, തൻ്റെ പറച്ചിലിതാണ്, തൻ്റെ എഴുത്ത് ഇങ്ങനെയാണ്, പാട്ട് ഇങ്ങനെയാണ്, അത് തുടരുക തന്നെ ചെയ്യും, ഒരു കാരണവശാലും അത് അവസാനിപ്പിക്കുകയില്ല, തൻ്റെ ശൈലി ഇത് തന്നെയാണ്, അതൊരു സാമൂഹ്യ വിമർശനമാണെങ്കിൽ അതങ്ങനെ തന്നെ തുടരും, അത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വേടൻ അത് വളരെ കൃത്യമായിട്ട് തന്നെ തൻ്റെ രാഷ്ട്രീയത്തിന് അടിവരയിട്ടുകൊണ്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പഴയ കേസുകളിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം പറയുന്നതിലെ പാട്ടിലെ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ പൊതുവിലേക്ക് ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നലൊരു പാലക്കാട് നിന്നുള്ള BJP നേതാവ് തന്നെയാണ് ഒരു പാട്ടിനെ ചൊല്ലി കേസ് നൽകിയിരിക്കുന്നത്. അത് പ്രധാനമന്ത്രി അപമാനിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ അതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ അവർക്കെതിരെ വക്താക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ വിമർശനം കേൾക്കുമ്പോൾ, അവർ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് ആ പാട്ടിലെ രാഷ്ട്രീയം അവരെ ഏത് തരത്തിലാണ് അസ്വസ്ഥരാക്കുന്നത് എന്നുള്ളതാണ്. ഈ പരാതി പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇല്ല. ഈ പരാതിയിലൊക്കെ പിന്നെ പോലീസിനൊക്കെ ഇപ്പോൾ ഔദ്യോഗികമായി പരാതി നൽകുമ്പോൾ അതിലൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഏത് തരത്തിലാണ് ഒരാളുടെ കലയെ ഇത്രത്തോളം വിമർശിച്ചുകൊണ്ട് പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമില്ലേ? തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതിന് മറുപടി പറയേണ്ടതും ഈ സംഘപരിവാർ സംഘടനകൾ തന്നെയാണ്. അതിന് കൃത്യമായി മറുപടി അവരേത് രീതിയിലാണ് അത് അസ്വസ്ഥമാക്കുന്നത്, അസ്വാരസ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ വേദനിപ്പിച്ചുവെങ്കിൽ അത് ഏത് രീതിയിലാണ് അവരെ അത് സ്പർശിച്ചത് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം വേടൻ പറയുന്നത് താനൊരു പൊതു സ്വഭാവത്തെ മുൻനിർത്തി രചിച്ച ഗാനങ്ങളാണ് അത് പറയുന്നത്. പക്ഷേ അതെങ്ങനെയാണ് ഇവർക്കെതിരെ ആകുന്നത് എന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനം സാധ്യമല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു അബദ്ധത്തിലേക്ക് എടുത്ത് ചാടിയോ എന്നൊരു സംശയം BJP-യിൽ ഒരു ഭാഗത്തുണ്ട്. കാരണം പ്രത്യേകിച്ച് ആ ഒരു കേസ് NIA-ക്ക് നൽകിയ ഒരു പരാതി അത് ആ രീതിയിലായിപ്പോയോ, തിടുക്കം കൂടിപ്പോയി, എന്തിനെ അങ്ങനെ ഒരു പരാതിയിലേക്ക് നീങ്ങി എന്നൊരു ചിന്ത എന്തായാലും BJP നേതാക്കൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പരാതി നൽകിയ പ്രാദേശിക നേതാവിനെ തന്നെ അവരത് വിമർശിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. എന്നാലും ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം പറയേണ്ടത് ഈ പരാതി നൽകിയവർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊതു കാര്യത്തെ വിലയിരുത്തിക്കൊണ്ട്, സമൂഹത്തിലെ ഒരു അഴിമതി അത്തരം കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് രചിക്കപ്പെടുന്ന ഒരു ഗാനം അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് തന്നെ തന്നെയാണെന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിലേക്ക് എടുത്തു വരികയാണെങ്കിൽ എന്താണ് അവർക്ക് അതിൽ തോന്നിയത്, തങ്ങളെ വേദനിപ്പിക്കുന്നതായി എന്ത് തോന്നിയെന്ന് അവർ തന്നെ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പറയേണ്ടതാണ്. ഏതായാലും അത് തന്നെയാണ് അതിൽ പരാതി നൽകിയതിൽ തിടുക്കമുണ്ടായോ എന്നത് ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവിടെ തന്നെയാണ് ഉരുത്തിരിയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നത് തന്നെയാണ്. ഈ കാര്യങ്ങളിൽ
വേടന് പറയുന്നത് തനിക്ക് ഇത്തരം വിവാദങ്ങൾ തൻ്റെ ജനപിന്തുണ ഏറ്റുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം താൻ വളരെ കൃത്യമായി പറയുന്നൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു വിഭാഗം പേർക്കാണ് അത് മനസ്സിലാകാതെ പോകുന്നത് എന്ന് പറയുന്നു. എന്നാൽ അവരത് തുടർന്നോട്ടെ, തനിക്കതിൽ യാതൊരു പരിഭവവുമില്ല. അവർക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. തനിക്ക് പാടുവാനും പറയുവാനുള്ള സ്വാതന്ത്ര്യം പോലെ അവർക്ക് വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് മതിയാകുമ്പോൾ അവരത് അവസാനിപ്പിക്കട്ടെ എന്നാണ് വേടൻ പറയുന്നത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് വേടൻ നേരിടുന്ന ഈ വിമർശനങ്ങൾ, രാഷ്ട്രീയമായ ഒരു ചെറിയ വിഭാഗത്തിൽ നിന്ന് ഉയരുന്ന ഈ വിമർശനങ്ങൾ, അത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നില്ല, അതൊന്നും വിലവെൽക്കുന്നത് പോലുമില്ല. അദ്ദേഹത്തിന്റെ ഷോകളെ അത് ബാധിക്കുന്നില്ല. ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനും ഒക്കെ എല്ലാ വേദികളിലേക്കും ഒഴുകി എത്തുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇവിടെ നിയമപരമായി നോക്കുമ്പോൾ ഇനി ഈ പുലിപ്പല്ലി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് വേടന് ഒരു വെല്ലുവിളി നിലനിൽക്കുന്നത്. അത് ഏത് തരത്തിൽ ഈ കേസിന് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ കേസിൽ ഇപ്പോൾ ജാമ്യ വ്യവസ്ഥയിലാണ് ഉള്ളത്. എങ്ങനെയാണ് ആ നിയമവഴികൾ മുന്നോട്ട് പോകുന്നത് ഡാനി? ആര്യ, ഇപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ട് ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ കോടനാട് റേഞ്ച് ഓഫീസർക്ക് മുൻപാകെ ഒപ്പ് രേഖപ്പെടുത്തി മടങ്ങേണ്ടത്. ഒപ്പം തന്നെ അനുമതികൾ വേണം മറ്റ് യാത്രകൾക്കും മറ്റും എന്നുള്ള ഇത് കൂടി വന്നിട്ടുണ്ട്. ഇതിൽ ഫോറൻസിക്കിൻ്റെ പരിശോധന, അതായത് ഈ പുലിപ്പല്ല് ആണോ എന്നത് സംബന്ധിച്ച്, പുലിനഖമാണോ എന്നെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും അതിൻ്റെ ഒരു അന്തിമ ഫലത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്കറിയാം ഈ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തിടുക്കപ്പെട്ടൊരു നടപടി ഉണ്ടായി എന്ന രീതിയിലുള്ള വിമർശനം വനം മന്ത്രിക്ക് തന്നെ ഉന്നയിക്കേണ്ടി വന്നിരുന്നു. അതിന് പൊതുവിൽ തന്നെ ഈ സർക്കാരിൽ നിന്ന് തന്നെ അത്തരം ഒരു വിമർശനം വനം വകുപ്പിന് മേൽക്കേണ്ടി വന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ഈ കേസിൽ ജാമ്യം ലഭിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വേടൻ മറ്റ് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. മറ്റു വിലക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇപ്പോൾ നിലനിൽക്കുന്നത് രണ്ട് കേസുകളിൽ, ഒന്ന് കഞ്ചാവ് കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. പിന്നെയുള്ളത് ഈ വനം വകുപ്പിൻ്റെ കേസിലാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഫോറൻസിക് അതിൽ കൃത്യമായ രീതിയിലുള്ള വിശദാംശങ്ങളും കാര്യങ്ങളും സമർപ്പിക്കുകയും വേണം. തനിക്ക് ഒരു സുഹൃത്ത് സമ്മാനിച്ചതാണിത്, ഇത് ഒറിജിനലാണോ അല്ലയോ, ഈ പുലിപ്പല്ല് സംബന്ധിയായ കാര്യങ്ങളിൽ തനിക്ക് യാതൊരു രീതിയിലുള്ള വ്യക്തതയുമില്ല എന്ന് തന്നെയാണ് വേടൻ എന്ന ഹിരൺദാസ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെളിവെടുപ്പ് അടക്കം ഇക്കാര്യങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും രീതിയിലുള്ള ഈ സംരക്ഷിത ഇനത്തിൽപ്പെട്ട വന്യമൃഗങ്ങളുടെയും മറ്റും ഏതെങ്കിലും ഭാഗങ്ങൾ കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഇത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ ഏത് രീതിയിലാണ് ആ കേസിനെ ബാധിക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക എന്നെല്ലാം വരും നാളുകളിലാണ് നമുക്കറിയാൻ കഴിയുക. എന്നാലും ഫോറൻസിക്കിൻ്റെ അന്തിമ ഫലം കൂടി വരാനുണ്ട്. നിലവിൽ വേടൻ ജാമ്യത്തിൽ തുടരുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് അവിടെ ഒപ്പ് ഇടേണ്ടതാണ്. ഡാനി പോളാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വേടൻ എതിരായിട്ടുള്ള കേസും നിയമ വഴികളും ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ വിവാദങ്ങൾ പക്ഷേ വേടനെ വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ്. നിരന്തരമായ RSS നേതാക്കളുടെയും പ്രതിനിധികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ ഏത് തരത്തിലാണ് ഇത്രത്തോളം വേടന്റെ രാഷ്ട്രീയവും സംഗീതവും ഒക്കെ ഈ വിഭാഗത്തെ, ഈ ചെറുവിഭാഗത്തെ അസ്വസ്ഥരാക്കുന്നത് എന്നുള്ളതാണ് ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വേടനെ ഇതൊന്നും ബാധിക്കില്ല, അവർ വിമർശിച്ചോട്ടെ, തനിക്ക് പാടാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഈ നാട്ടിൽ അവർക്ക് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്, അവർ അത് ചെയ്തോട്ടെ എന്ന് നിലപാട് വ്യക്തമാക്കുകയാണ് വേടൻ. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ED ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കൈക്കൂലി കേസിലെ പരാതിക്കാരനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ED. വെള്ളിയാഴ്ച രാവിലെ 10:30 ഡൽഹിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി. ഈ കേസ് ഒതുക്കി തീർക്കാൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നാണ് അനീഷ് ബാബു വിജിലൻസിന് പരാതി നൽകിയത്. അതേസമയം ED രജിസ്റ്റർ ചെയ്ത കേസിൽ അനീഷ് ബാബുവിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു.
മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, നമ്മളെ എല്ലാവരെയും കേരള സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ്. ഇതിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരാതിക്കാരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് എതിരായ കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനും അവർക്കെതിരായ അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ആയിരിക്കും സ്വാഭാവികമായും ഈ ചോദ്യം ചെയ്യലൊക്കെ തുടരുന്നത്, അല്ലേ? ആര്യ, ഇപ്പോൾ വിജിലൻസിന്റെ ചോദ്യം ചെയ്യലല്ല തുടരുന്നത്. ഇ ഡി ഓഫീസിലേക്ക് അനീഷ് ബാബു ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ ഇ ഡി ഓഫീസിലേക്കാണ് ഹാജരാകേണ്ടത്. നാളെ 10:30 കൂടിയാണ് ഇ ഡി ഓഫീസിൽ ഹാജരാകേണ്ടുന്ന ഒരു സാഹചര്യമുള്ളത്. അതേസമയം തന്നെ ഇ ഡി അനീഷ് ബാബുവിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ തൽക്കാലം അറസ്റ്റ് വേണ്ട എന്ന് തന്നെയാണ് ഹൈക്കോടതി. ആ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതായത് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് തടയുന്ന ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കിയിട്ടാണ് ഈ കൈക്കൂലി കേസിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, തോട്ടണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് കൊല്ലത്തെ വ്യവസായിയായ അനീഷ് ബാബുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഈ കേസിൽ ഇടപെടുകയും അല്ലെങ്കിൽ ഇത് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും പുറത്തുനിന്ന് ഏജന്റ് സംസാരിക്കുകയും ഏജന്റ് ഈ പാലാരിവട്ടം സ്വദേശി വിൽസൺ എന്ന് പറയുന്ന ഏജന്റ് സമീപിക്കുകയും തുടർന്ന് 2 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കൊടുക്കണം എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് തെളിവടക്കം വിജിലൻസ് ഇതിൽ ഇടപെടുകയും അനീഷ് ബാബുവിന് പണം നൽകുന്ന സാഹചര്യത്തിൽ തന്നെ വിജിലൻസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും കൈയോടെ ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തത്. ഇങ്ങനെ വിജിലൻസ് നൽകുന്ന വിശദീകരണത്തിനനുസരിച്ചിട്ട് അനീഷ് ബാബുവിന്റെ മൊഴി അനുസരിച്ചിട്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് ഡയറക്ടർ ഈ ശേഖർ കുമാറിനെ 1-ാം പ്രതിയായി ഈ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 2, 3, 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. അവരുമായി ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയായിരുന്നു വിജിലൻസ് മുന്നോട്ട് വെച്ചത്. അതിനുള്ള തെളിവ് ശേഖരണമൊക്കെ അല്ലെങ്കിൽ അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ആ സാഹചര്യത്തിൽ അനീഷ് ബാബുവിനെതിരെ ഇ ഡി ആ സമയത്ത് വിശദീകരണ കുറിപ്പ് ഇറക്കിയിരുന്നു. ഇ ഡി അനീഷ് ബാബു കള്ളപ്പണ കേസിൽ PMLA കേസിൽ പ്രതിയാണ്. അനീഷ് ബാബുവിന്റെ അച്ഛനും അമ്മയും പ്രതിയാണ്. ആ സാഹചര്യത്തിലാണ് അനീഷ് ബാബു കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് ഇ ഡിയുടെ ഡയറക്ടറേറ്റ് നടത്തിയിരുന്ന പ്രസ് റിലീസിൽ വിശദീകരണ കുറിപ്പിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇ ഡി ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാക്കാൻ അനീഷ് ബാബുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നാളെ 10:30 വെള്ളിയാഴ്ച 10:30 ഇ ഡി ഓഫീസിൽ ഹാജരാകണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അതിനൊപ്പം തന്നെ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി അറസ്റ്റ് നടപടികൾ തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ആര്യ, ഈ കേസിൽ അവർക്കെതിരായ അന്വേഷണം ഇ ഡിയിൽ ആഭ്യന്തര തലത്തിലടക്കം അതോടൊപ്പം മറ്റ് നിയമപരമായ തലത്തിലും ഏത് തലത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ആജ്ഞ, ആര്യ, ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ശേഖർ കുമാറിനും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറിനെതിരെയും അനീഷ് ബാബു നേരത്തെ മൊഴി നൽകിയിരുന്നു. അതായത് മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. വിനോദ് കുമാർ എന്ന് പറയുന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ ആ സമയത്ത് കേസിൽ സെറ്റിൽ ചെയ്യാനുള്ള ഇത് ഒതുക്കി തീർക്കാൻ നീ വേറെ വഴികൾ തേടണം എന്ന് പറഞ്ഞപ്പോൾ അത് കൈക്കൂലി കേസായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല എന്ന് അദ്ദേഹം ആ സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടാണ് അത് വിനോദ് കുമാർ ആണെന്നുള്ള വ്യക്തതയിലേക്ക് വരുന്നതും പിന്നീടാണ്. എന്നിരുന്നാൽ പോലും ഇ ഡിയിലെ 2 ഉദ്യോഗസ്ഥരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 1-ാം പ്രതിയായിട്ട് ശേഖർ കുമാറിന്റെ 1-ാം പ്രതിയായി തന്നെ വിജിലൻസ് ഓൾറെഡി കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. വിനോദ് കുമാറിനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയുമാണ് എന്ന് തന്നെയാണ് വിജിലൻസ് SP അറിയിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും ഇ ഡി ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇ ഡി ഉദ്യോഗസ്ഥരെ പിന്തുണച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അനീഷ് ബാബു വ്യാജമായ പരാതി ഉന്നയിക്കുകയാണ്. അത് വ്യാജമായ മൊഴിയാണ് എന്നുള്ള തരത്തിലായിരുന്നു ഇ ഡി ആ സമയത്ത് വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ അതിനുശേഷവും വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെതിരെ, കേസിലെ 1-ാം പ്രതി ശേഖർ കുമാറിനെതിരെ മതിയായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ വിജിലൻസ് പറയുന്നുണ്ടെങ്കിലും വിജിലൻസ് അന്വേഷണം തുടരുക തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇ ഡി ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പോലും അവരുടെ ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയായിരുന്നു ഈ
നീക്കമുണ്ടായത്. ആരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അങ്ങേയറ്റം രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്ന പല കേസുകളും ED രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം എതിരെ ഒരു രാഷ്ട്രീയ ഇടപെടൽ കൂടി, അത്തരത്തിലുള്ള രാഷ്ട്രീയ മാനം കൂടി കൈവരുന്ന ഒരു കേസായിരുന്നു ED ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി കേസ് രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ സാഹചര്യം വഴിവെച്ചത് അങ്ങനെയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വിജിലൻസ് SP അത്തരത്തിലൊരു വിശദീകരണം നൽകുന്നതും അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. മറ്റ് 2-3 പ്രതികളായിട്ടുള്ള രഞ്ജിത്ത്, അതുപോലെ തന്നെ വിൽസൺ, മുകേഷ് മുരളി, ഈ 3 പേർക്കെതിരെയും മതിയായ തെളിവുകളുണ്ട്, ട്രാൻസാക്ഷൻ നടത്തിയതിന് തെളിവുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാൽ പോലും EDയുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു ED കൈക്കൊണ്ടതെന്ന് വേണം പറയാൻ. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ മാനം കൂടി കൈവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേസാണ്. ഈ കേസിൽ ED ഉന്നത ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട കേസിൽ പരാതിക്കാരനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് ED എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട EDയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൽക്കണ്ടപ്പൊടി MDMA ആണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് പിടികൂടിയതിനെ തുടർന്ന് നിരപരാധികളായ യുവാക്കൾ 150 ദിവസം ജയിലിൽ കഴിഞ്ഞ സംഭവം അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം. മനുഷ്യാവകാശ പ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കൊളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കോളിച്ചാൽ ചെരുമ്പച്ചാൽ സ്വദേശി ബിജു മാത്യു, കണ്ണൂർ വാരം സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് നടക്കാവ് പോലീസിന്റെ അനാസ്ഥയിൽ 5 മാസം ജയിലിൽ കിടന്നത്. മയക്കുമരുന്നല്ലെന്ന് ആവർത്തിച്ചെങ്കിലും പോലീസ് ചെവിക്കൊണ്ടില്ലെന്ന് ബിജു മാത്യു പറഞ്ഞു. നാട്ടിലിറങ്ങി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ആൾക്കാർ മുമ്പിലും കൂട്ടുകാർ മുമ്പിലും ഒരു പരിഹാസപാത്രമായിട്ട് ഞാൻ മാറിയിരിക്കുക. കാരണം ഈ നാട്ടിൽ നമ്മുടെ മലയോര ഏരിയ ആണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, മലയോര ഏരിയ ആണ്. ഈ നാട്ടിലെ ആദ്യത്തെ ഒരു കേസാന്ന് തോന്നുന്നു MDMA കേസിൽ ഞാൻ പോയി കിടക്കുന്നത്. അപ്പം മൊത്തത്തിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു, എല്ലാം മൊത്തത്തിൽ ക്യാൻസലാക്കി. എല്ലാം അവരവസ്ഥ. ഇപ്പോൾ മൊബൈലിലാണെങ്കിൽ ഇപ്പോൾ 2-3 പേരെ നമ്പർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ബന്ധം പോലും എനിക്കില്ല. നിരപരാധികളെ പിടിച്ചിട്ട് ഉള്ളിയിട്ട് 150 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് നേട്ടം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കസ്റ്റഡിയിൽ എടുത്തിട്ട് ഞങ്ങൾ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഇവർക്ക് രാസപരിശോധന ഏതെങ്കിലും ഒരു തഹസിൽദാരോ അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫീസർമാർ, വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ അവരത് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കോടതിയിൽ സമർപ്പിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ ആ 13-ാമത്തെ ദിവസം ഞങ്ങളെ കോടതി വെറുതെ വിടുമായിരുന്നു. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, നിരപരാധികളായ 2 പേർ 5 മാസമാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് കേസിൽ അകപ്പെടേണ്ടി വന്നത്. അവരുടെ ജീവിതം തന്നെ എത്രത്തോളം മോശമായ രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 5 മാസം എന്നതിനപ്പുറം ഒരു ദിവസമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഗുരുതരമായ ഒരു അനാസ്ഥ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പ്രാഥമികമായും ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ അതിന്റെ രാസപരിശോധന നടത്തുക എന്നുള്ളതാണ്. അവരുടെ കൈവശം മയക്കുമരുന്ന് എന്ന തരത്തിൽ അവർ സംശയിക്കുന്ന ഒരു വസ്തു കണ്ടെത്തിയാൽ അതിന്റെ രാസപരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രാഥമികമായും ചെയ്യേണ്ടത്. ഇവിടെ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ ക്രൂരമായ ഒരു അനാസ്ഥ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആര്യ, തീർച്ചയായും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യമെങ്കിൽ അത് ചില പോലീസുകാർക്ക് ഇപ്പോഴും ബോധ്യമില്ല, അതല്ലെങ്കിൽ നടപ്പിലാക്കുന്നില്ല എന്ന് വേണം ഈ സംഭവത്തെ കാണാൻ. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 151 ദിവസമാണ് ഈ നിരപരാധികളായ 2 പേർ ഇത്തരത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്തായാലും കുട്ടികൾക്ക് കൊണ്ടുവന്ന കൽക്കട്ട പൊടിയായിരുന്നു മയക്കുമരുന്ന് MDMA ആണെന്ന് പറഞ്ഞ് ഈ പോലീസ് പിടികൂടുകയും പിന്നീട് ഇത്തരത്തിൽ ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥയും അവർക്ക് വരുന്നത്. ഈ നടക്കാവ് പോലീസാണ് ഇത്തരത്തിലൊരു നടപടി കഴിഞ്ഞ വർഷം നവംബറോടുകൂടി നടത്തിയത്. ഇവർ ഈ ഡ്രൈവർമാരാണ്, നേരത്തെ ബസ് ഡ്രൈവറായിരുന്നു ഇവർ. ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഈ കുട്ടികൾക്കായി കൽക്കണ്ടപ്പൊടി വാങ്ങിയിരുന്നത്. അതായത് കോളിച്ചാൽ സ്വദേശി ബിജു മാത്യു, ഒപ്പം കണ്ണൂർ വാരം സ്വദേശി മണികണ്ഠൻ, ഈ 2 പേർക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. എന്തായാലും ഈ രാസപരിശോധനാ ഫലം വരാൻ 5 മാസം വേണ്ടി വന്നു. ആ പരിശോധനാ ഫലം വന്നതോടുകൂടി ഇത് കൽക്കണ്ട പൊടിയാണ്, ഇത് MDMA അല്ല എന്ന് തെളിയുകയായിരുന്നു. പിന്നീടാണ് കോടതി സ്വന്തം ജാമ്യത്തിൽ ഇവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കേസ്, ഈ സംഭവം ന്യൂസ് 18 ഇന്നലെ ആദ്യം പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് ഈ സംഭവത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകനും അതുപോലെ തന്നെ അഭിഭാഷകനുമായ ഈ കൊളത്തൂർ
കൊളത്തൂർ സ്വദേശി ഇടപെടുകയും പിന്നീട് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകുകയും അതേ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവർ അനുഭവിച്ച ഈ വേദന 151 ദിവസം ഇവർക്കിപ്പോൾ ഒരു ജോലി പോലും ലഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്രത്തോളം ആളുകളിൽ നിന്നും ഇവർക്ക് വലിയ തോതിൽ അപമാനം നേരിടേണ്ടി വന്നു. അതുതന്നെയാണ് ഈ ബിജു ഇന്നലെ ന്യൂസ് 8നോടും വ്യക്തമാക്കിയത്. എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവർ പലതവണ, അതായത് 14 ദിവസമായിരുന്നു ആദ്യം ഇവർ റിമാൻഡ് ചെയ്തിരുന്നത്. ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് കോടതിയിലെത്തിയപ്പോഴും പോലീസുകാരോട് ഇവർ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, ഇത് മയക്കുമരുന്നല്ല, ഇത് കൽക്കണ്ട പൊടിയാണ്, കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതൊന്നും ഇവർ കേൾക്കാൻ ചെവി കൊള്ളാൻ തയ്യാറായില്ല, പോലീസ് തയ്യാറായില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥയുണ്ടായിരിക്കുന്നു. 2 നിരപരാധികൾക്ക് ഇത്തരത്തിൽ 5 ഇത്തരത്തിൽ ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തങ്ങളുടെ കയ്യിലുള്ളത് മയക്കുമരുന്നല്ല, കൽക്കണ്ട പൊടിയാണ് എന്നുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അത് ചെവിക്കൊള്ളാനോ വേണ്ട വിധത്തിൽ പരിശോധിക്കാനോ മുതിരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ രാസപരിശോധനയ്ക്ക് അപ്പുറം കൽക്കണ്ടപ്പൊടിയൊക്കെ പോലീസുകാർക്ക് അനായാസം കണ്ടെത്തി മനസ്സിലാക്കാവുന്നതേല്ല ഉള്ളൂ. മാത്രമല്ല, ഇനി രാസപരിശോധനാ ഫലം കാത്തിരിക്കുന്ന വേളയിലാണെങ്കിൽ പോലും ഇതിന്റെ ഒരു നിയമവ്യവസ്ഥ അത് എങ്ങനെയാണ്? നിരപരാധികളായിട്ടുള്ള ആളുകളെ എല്ലാം ഇത് അത്തരത്തിൽ നെഗറ്റീവായി ബാധിക്കില്ലേ? ഈ പരിശോധനാ ഫലം വരുന്നത് വരെ അവർ റിമാൻഡിലാകേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ രാസപരിശോധനാ ഫലത്തിൽ പൊതുവേ ഉള്ള ഒരു കാലതാമസമാണോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അത് ഏത് തരത്തിലാണ് നിലനിൽക്കുന്നത്? ബൈജു, ആര്യ, തീർച്ചയായും ഈ കേസിൽ ഈ കോഴിക്കോട് നർക്കോട്ടിക് സെല്ലാണ് ഇത് ആദ്യം പരിശോധിക്കുന്നത്. ഒരു പക്ഷേ വളരെ വേഗം പ്രാഥമികമായി തന്നെ ഇത് MDMA ആണോ അതല്ല മറ്റ് വസ്തുക്കളാണോ എന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിനൊന്നും ഈ പോലീസ് ശ്രമിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഈ സാധനം പിടികൂടിയും 58 ഗ്രാം ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അത് MDMA ആണെന്ന് ഇവർ ഉറപ്പിക്കുകയും പിന്നീട് നിയമ നടപടിയിലേക്ക് കടക്കുകയുമായിരുന്നു. ഒരു അഭിഭാഷകരെ പോലും ലഭിക്കാത്ത സാഹചര്യം ഇവർക്കുണ്ടായിരുന്നു. അവസാനം കോടതിയാണ് ഇവർക്ക് അഭിഭാഷകരെ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അത്രത്തോളം ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കോളിച്ചാൽ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിലുള്ള ഒരു ഗ്രാമമാണ്. ഇവിടെ നിന്നും കോഴിക്കോട് നിന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് വീട്ടുകാരോ മറ്റോ അറിയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഒരു വളരെ നീണ്ട കാലം ഒരു ജയിലിൽ കിടക്കേണ്ട അവസ്ഥ. എന്തായാലും MDMA പോലുള്ള മാരക മയക്കുമരുന്നിനെതിരെ നടപടി കർശനമാക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അപ്പോഴും അത് വളരെ സൂക്ഷ്മതയോടുകൂടി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ നിരപരാധികൾ ഈ ജയിലിൽ കിടക്കേണ്ട അല്ലെങ്കിൽ ഈ കേസിൽ അകപ്പെടുന്ന ഒരു രീതി ഉണ്ടാകരുതെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവർക്ക് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവർക്കുള്ളത്. അതായത് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഇവർക്ക് ആരും ജോലി നൽകുന്നില്ല. നേരത്തെ ബസ് ഡ്രൈവർ ആയിരുന്നു ഈ ബിജു പറയുന്നത് ഇപ്പോൾ തനിക്ക് ജോലിയില്ല, തനിക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഇവർക്ക് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നതും. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു അഭിഭാഷകനെ പോലും ലഭ്യമാക്കാൻ അതിനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള നിയമസഹായമോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ലഭിച്ചില്ല. വളരെ നിസ്സാരമായി കണ്ടെത്താൻ കഴിയുമായിരുന്നു അത് കൽക്കണ്ടപ്പൊടിയായിരുന്നു എന്നുള്ളത്. അത് ഇവർ നിരന്തരം പറഞ്ഞിട്ടും അത് ചെവിക്കൊണ്ടില്ല. അത്തരത്തിൽ നിസ്സാരമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു വിഷയത്തിലാണ് അവർ ഇത്രത്തോളം വലിയ അനാസ്ഥ നടത്തിയിട്ടുള്ളത്. എന്തായാലും തക്കതായ ശിക്ഷ ഈ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥരും നേരിടേണ്ടി വരണം. കാരണം അവർക്കിപ്പോൾ ജീവിതം പോലും വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്കുണ്ടായ മാനഹാനി, അവർക്ക് നഷ്ടമായ ദിവസങ്ങൾ, അതൊന്നും തിരിച്ചു കൊടുക്കാൻ എന്തായാലും ആർക്കും സാധിക്കില്ല. എന്തായാലും ന്യൂസ് 18 ഈ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ പ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കൊളത്തൂർ സ്വദേശി ജയ്സിംഗ് ഈ വിഷയത്തിൽ ഇടപെടുന്നതും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതും. ഇപ്പോൾ ഇവരുടെ നിയമ പോരാട്ടത്തിന് കരുത്താകും വിധം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നതും. കൊല്ലം കൊട്ടാരക്കരയിൽ മദ്യലഹരിയിൽ മകൻ പിതാവിന്റെ കാൽ അടിച്ചൊടിച്ചു. ചെപ്ര മണ്ണൻതാമര സ്വദേശിയായ ഗോപിയുടെ കാൽ മകൻ ഉണ്ണി തേക്കിൻ കഴ കൊണ്ടാണ് അടിച്ചൊടിച്ചത്. അടികൊണ്ട് അസ്ഥി ഒടിഞ്ഞു മാറുകയും ഗുരുതരമായ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു. മുറിവ് പഴുത്തു പുഴു അരിച്ചിട്ടും ആശുപത്രിയിൽ എത്തിക്കാതെയും മകൻ ക്രൂരത കാട്ടി. ഒടുവിൽ പഞ്ചായത്ത് അംഗം ഇടപെട്ടാണ് ഗോപിയെ ആശുപത്രിയിൽ എത്തിച്ചത്. അച്ഛനും മോനും ഒക്കെ എപ്പോഴും വെള്ളം അടിച്ചിട്ട് അവർ പ്രശ്നക്കാരാ. പോലീസ് വന്നിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്, വീണ്ടും തിരിച്ച് ജാമ്യത്തിൽ ഇറക്കി. അങ്ങനെ എന്ത് വിഷയങ്ങളാണ്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രശ്നക്കാരാ. ഒരു 3 ആഴ്ച മുമ്പെങ്ങാണ്ട് ഇവർ അച്ഛനും മോനോട് അടിയായിട്ട് ഈ അച്ഛൻ്റെ കാല് തല്ലി ഓടിച്ച് തേക്കും കമ്പിന് മുറ്റത്തിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവ അടിച്ച് പൊട്ടിച്ച് ഈ എല്ലെന്തോ ഇതായി ഒടിഞ്ഞ് മാറിയിട്ട് തൊടയിൽ മുറിവുണ്ടായി.
ഈ രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇദ്ദേഹം അവിടെ കിടന്ന് വേദന അനുഭവിക്കുക. പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകുന്നു പറഞ്ഞ് ആംബുലൻസ് വിളിച്ച് എന്നിട്ട് പോലെ അവർ പോകൂല. ആ പാരാത്രി ഓട്ടോ വിളിച്ച് ഇതിന്റെ അകത്ത് കൊണ്ടിട്ടിരുന്നു. എന്തായാലും അങ്ങനെ ചാവാന് നമ്മളൊന്നും കയറി സംസാരിച്ചൊരു ചെറുക്കാണ്. മകനെ പോലീസ് വീട്ടിലെത്തി പിടികൂടി. എസ് വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, അച്ഛൻ മകൻ ബന്ധമൊക്കെ പോട്ടെ, അതിനപ്പുറം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പോലും നമുക്ക് ആശ്ചര്യം തോന്നുകയാണ്. ഇതിപ്പോൾ ഒരു സമയത്ത് മദ്യലഹരിയിൽ പ്രകോപനം മൂലം കാലൊടിച്ചു അല്ലെങ്കിൽ അക്രമം നടത്തി എന്നതിനപ്പുറം ആ മുറിവ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ പരിചരിക്കാനോ പോലും തയ്യാറായില്ല. അതിൽ പുഴുവരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഒടുവിൽ പഞ്ചായത്ത് അംഗം ഇടപെടേണ്ടി വന്നു ആ മനുഷ്യനെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും. ഇവർ തമ്മിലുള്ള തർക്കമൊക്കെ നിരന്തര സംഭവങ്ങളാണെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്ന സാഹചര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതലായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏത് തരത്തിലാണ് വിനീഷ്? തീർച്ചയായും വലിയൊരു ക്രൂരതയാണ്. ശരിക്കും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള വലിയൊരു ക്രൂരതയാണ് ഉണ്ടായത്. കൊട്ടാരക്കര ചെപ്രയിലാണ് ഇത്തരത്തിലുള്ള സംഭവം. മദ്യലഹരിയിലായിരുന്നു ഈ പിതാവിന്റെ കാൽ മകൻ അടിച്ചൊടിക്കുകയായിരുന്നു. തേക്കിൻ തടി വെച്ചാണ് അടിച്ചൊടിച്ചത്. 40-കാരൻ ഉണ്ണിയാണ് ഈ പിതാവ് ഗോപിയുടെ കാൽ അടിച്ചൊടിച്ചത്. അടികൊണ്ട് അസ്ഥി ഒടിഞ്ഞു മാറിയ ഒരു സാഹചര്യമായിരുന്നു ആര്യ ഉണ്ടായത്. ഗുരുതരമായിട്ടുള്ള മുറിവുകൾ ഇയാൾക്ക് സംഭവിക്കുകയും ചെയ്തു. കാലിനും അതുപോലെ തന്നെ ശരീരത്തിനും മുറിവുകൾ സംഭവിച്ചു. ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഈ വീട്ടിലുള്ളവർ തയ്യാറായില്ല എന്നുള്ള വലിയൊരു പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ മകൻ ഇത്രത്തോളം ഈ പിതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയിൽ നാട്ടുകാർ കാണേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ ഈ കാൽ പഴുത്ത് പുഴുവരിച്ച് വേദന സഹിக்க വയ്യാതെ ഇയാൾ വീട്ടിനുള്ളിൽ കിടന്ന് നിലവിളിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നാട്ടുകാർ പഞ്ചായത്ത് മെമ്പറെ വിവരം അറിയിച്ചത്. പഞ്ചായത്ത് മെമ്പർ 108 ആംബുലൻസ് വിളിക്കുകയും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആശുപത്രിയിലും ഈ മകൻ എത്താതെ ഉള്ള ഒരു ക്രൂരത കാണിച്ചു. മകൻ ഈ പിതാവിനെ പരിചരിക്കാനോ വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകാനോ ഒന്നും തയ്യാറായില്ല എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യയ്ക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ ഭാര്യ എന്തായാലും ആശുപത്രിയിൽ വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കണ്ണിന്റെ ക്രൂരതയാണ് ആര്യ ഉണ്ടായത്. ഉടൻ തന്നെ ഈ നാട്ടുകാർ ഈ മകനോട് പിതാവിനെ പോയി കാണണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ മകൻ അതിന് കൂട്ടാക്കില്ല. വീട്ടിൽ കഥകടച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് എത്തുകയും മകനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. സ്വത്ത് തർക്കമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യ ഈ മകന്റെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കാത്തതിലുള്ള ഒരു വിരോധമായിരുന്നു ഇവരുടെ ഒരു തർക്കത്തിലേക്കും അക്രമത്തിലേക്കും നയിച്ചത്. എന്തായാലും ഈ പിതാവിന്റെ ശരീരത്ത് പുഴുവരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇൻഫെക്ഷൻ ആയെന്നാണ് അറിയുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും എസ് വിനീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിൽ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ തട്ടിപ്പ്. ആലപ്പുഴ സ്വദേശികളായ 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഷാജഹാൻ, ദിലീപ് എന്നിവരെയാണ് കൊച്ചി സൈബർ പോലീസ് പിടികൂടിയത്. അപ്പോളോ ആപ്ലിക്കേഷൻ വഴി 18 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. അജ്ഞ രവീന്ദ്രൻ അല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. തട്ടിപ്പിന്റെ പുതിയൊരു വാർത്ത കൂടിയാണ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. ഇത്തവണ ഷെയർ ട്രേഡിംഗിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശികളായ 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഷാജഹാൻ, ദിലീപ് എന്നിവരെയാണ് കൊച്ചി സൈബർ പോലീസ് പിടികൂടിയത്. അപ്പോളോ ആപ്ലിക്കേഷൻ വഴി 18 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. സൈബർ തട്ടിപ്പിന്റെ മറ്റൊരു മുഖം, മറ്റൊരു പുതിയ വാർത്ത കൂടി വന്ന സാഹചര്യമാണ്. സ്പോട്ട് ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് 3. അശ്വതി ചേരും. നമസ്കാരം.